ഇന്നലെ UAE-യിലുള്ള ഒരു ആമസോണിൽ സെല് ചെയ്യുന്ന ഒരു ക്ലയന്റുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ മന്ത്ലി 2 to 3 മില്യൺ റിയാലിന്റെ ദിർഹത്തിന്റെ സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആമസോണിൽ. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ എൻ്റർ ചെയ്യണം, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൺസൾട്ടേഷൻ വന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള സംഗതി, പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അതായത് അവര് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ അവരുടെ സ്വന്തം കമ്പനിയുടെ പ്രൊഡക്റ്റും ഉണ്ട്, വേറെ കമ്പനികളുടെ പ്രൊഡക്റ്റും വിൽക്കുന്നുണ്ട്. സച്ച് ആസ് ഡെൽ, HP ഇങ്ങനത്തെ ഒക്കെ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ, ആക്സസറീസ് മോസ്റ്റ്ലി. അപ്പൊ അയാൾ പറഞ്ഞ എന്താ വെച്ചാൽ, ആ പ്രൊഡക്റ്റുകൾ, അങ്ങനത്തെ പ്രൊഡക്റ്റ് വിൽക്കുമ്പം ലാഭം വളരെ കുറവാണ്. കാരണം അതിന്റെ പ്രൈസ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കൊരു സർട്ടൻ പ്രൈസിന്റെ അപ്പുറത്തേക്ക് വിൽക്കാൻ പറ്റൂല. നേരെ മറിച്ച് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിന്റെ പ്രൈസ് 100% നമ്മുടെ കൺട്രോളിലാണ്. നമുക്കത് എത്രയാണോ നമുക്ക് വേണ്ട പ്രൈസ്, ആ പ്രൈസ് വെച്ചിട്ട് വിൽക്കാം. കാരണം ഒരു ബ്രാൻഡിന്റെ പ്രൈസ് അവരല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള പാഠം എന്താന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് ആമസോണിൽ വിൽക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരാളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറെ ഒരു ബ്രാൻഡ് എടുത്ത് വിൽക്കുന്നതിന് പകരം ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടുവച്ചിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ പേരിലാക്കുക. അതായത് അതിനൊരു ട്രേഡ് മാർക്ക് തുടങ്ങുക. അപ്പൊ അത് നിങ്ങളുടെ ബ്രാൻഡായി. അങ്ങനെയാവുമ്പോൾ ആ പ്രൊഡക്റ്റ് വേറെ ആരും വിൽക്കില്ല. പ്ലസ് നിങ്ങൾക്ക് അതിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യാം. വേറെ ആർക്കും ഇതിന്റെ പ്രൈസ് മാർക്കറ്റിൽ ഇത്ര രൂപക്ക് കിട്ടുന്ന സാധനമാണല്ലോ, നിങ്ങൾ എന്തിന് ഇത്രയും പ്രൈസിന് വിൽക്കുന്നു എന്നുള്ളൊരു ഇഷ്യൂ അതിനുണ്ടാവില്ല. സോ don't be a reseller, be a brand owner on Amazon.